നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒന്നും മിണ്ടുന്നില്ല, വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നില്ല. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്തിൽ തകർക്കാനാകാത്ത വിശ്വാസം. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മ ന്യൂസ് നേരത്തെ ഒരു വാർത്ത നൽകിയിരുന്നു. പക്ഷേ ആ വാർത്ത ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കകം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തി MV ഗോവിന്ദൻ. ഞങ്ങളുടെ വാർത്ത കണ്ടിട്ടാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം ആരോ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാകും, കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകും. അതായത് SDPIയോട് പിന്തുണ CPMോ ഇടതുപക്ഷമോ അഭ്യർത്ഥിച്ചിട്ടില്ല, അത് ഔദ്യോഗികമായി ചർച്ച നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ നേമത്ത് V ശിവൻകുട്ടി SDP-യുടെ പിന്തുണ തേടിയതിനെക്കുറിച്ച് പരിശോധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ന്യായീകരിച്ചുകൊണ്ട്, മുഖ്യമന്ത്രി പിണറായിയുടെ മൗനം അതിനെ സാധൂകരിച്ചുകൊണ്ട് MV ഗോവിന്ദൻ പറഞ്ഞത്. മുഖ്യമന്ത്രി പറയാതെ സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ട് ഇത് പറഞ്ഞു പറയിപ്പിച്ചതാണ് എന്ന് കേട്ടപ്പോഴേ മനസ്സിലായി. മാത്രമല്ല SDPI പറയുന്നത് നേമത്തെ സ്ഥാനാർത്ഥി V ശിവൻകുട്ടി നേരിട്ട് ഫോണിലൂടെയോ അല്ലാതെയോ മറ്റേ ഈ പിന്തുണയ്ക്ക് അഭ്യർത്ഥിച്ചു, അതുകൊണ്ട് പിന്തുണ ഇടതുപക്ഷത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. UDF നിലപാട് മാറ്റുകയാണെങ്കിൽ, VD സതീശൻ നിലപാട് മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും SDP-യുടെ പിന്തുണ UDFന് കൊടുക്കും, കോൺഗ്രസിന് കൊടുക്കും എന്നാണ് SDP പറയുന്നത്. ഈ SDPI എന്ന് പറയുന്നത് ഇത്ര വലിയ ആനയാണോ? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകരവാദ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് SDPI. SDPIയിൽ 100% മുസ്ലിം മത തീവ്രവാദ പ്രവർത്തകരാണ് പ്രവർത്തിക്കുന്നത്. നിരവധി കേസുകളിൽ പ്രതികളായ വധമടക്കം നിരവധി കേസുകളിൽ പ്രതികളായ SDPI പ്രവർത്തകരെ ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മത തീവ്രവാദികളുടെ പിന്തുണ എന്ന് പറയുന്നത് UDFനും LDFനും അത്ര ആനയാണോ കുതിരയാണോ എന്ന് ചോദിച്ചു പോവുകയാണ്. ഇവരുടെ വോട്ടില്ലെങ്കിൽ ഇവർക്ക് ജയിക്കാൻ സാധിക്കില്ലേ? ഇവരുടെ വോട്ട് ശതമാനം എത്രയാണ്? ഇവർക്ക് എത്ര വോട്ടുണ്ട്? ഇവരിൽ ആരൊക്കെ ഇവർക്ക് വോട്ട് ചെയ്യും? ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ ഈ ഒരു കാര്യം? പക്ഷേ അല്ല. BJPയെ തോൽപ്പിക്കുന്നതിനായിട്ട്, BJPയെ അടിയറവ് പറയിപ്പിക്കുന്നതിനായിട്ട്, BJPക്കെതിരെ തിരിയുന്നതിനായിട്ട് ഉള്ള കളിയുടെ ഭാഗമായിട്ടാണ് ഈ SDPI ബാന്ധവം ഇവർ രണ്ടുപേരും ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ SDPI ബാന്ധവം ഇവർ ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ഇവർ രണ്ടുപേരും, ഞാൻ നേരത്തെ വാർത്തയിലും പറഞ്ഞു, ഇവർ ഇത്തരത്തിൽ SDPI ബന്ധം ഇവർ ഇത്തരത്തിൽ ഉറപ്പിക്കുകയാണെങ്കിൽ, ഇവരാരായാലും LDF ആയാലും UDF ആയാലും, ഇവർ എന്താണ് ചെയ്യുന്നത്? ഇവർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് ചെയ്യുന്നത്. ഭൂരിപക്ഷത്തിൻ്റെ കുറേയൊക്കെ വോട്ടുകൾ കിട്ടുമായിരിക്കും, പ്രത്യേകിച്ചും LDFന് കിട്ടുമായിരിക്കും, ഭൂരിപക്ഷ സമുദായങ്ങളുടെയൊക്കെ തന്നെ വോട്ടുകൾ കിട്ടുമായിരിക്കും. പക്ഷേ SDPI ആരാണെന്നും SDPIയുടെ ലക്ഷ്യമെന്താണെന്നും, ഇവിടെ മുസ്ലിം മത തീവ്രവാദം അരക്കിട്ടുറപ്പിക്കാൻ SDPI നടത്തുന്ന ശ്രമങ്ങളെപ്പറ്റിയൊക്കെ തന്നെ നന്നായി അറിയാവുന്ന ഇടതുപക്ഷ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെയുണ്ട്, രണ്ട് പക്ഷത്തുമുണ്ട്. ഇടതുപക്ഷത്തിൽ CPMലുമുണ്ട്, CPIയിലുമുണ്ട്, അതുപോലെ കോൺഗ്രസ്സിലും ഒക്കെ തന്നെയുണ്ട്. അവരുടെ വോട്ടുകൾ ഇവർക്ക് ലഭിക്കില്ല എന്നുള്ള ഒരു ഭയം രണ്ടുപേരെയും ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ SDPI വിഷയത്തിൽ ഇങ്ങനെ കിടന്ന് ഉരുളുന്നത്. ഇങ്ങനെ കൃത്യമായൊരു മറുപടി, കൃത്യമായൊരു നിലപാട് പറയാതെ CPMും കോൺഗ്രസും കിടന്ന് ഇങ്ങനെ വഴുക്കി പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ മത തീവ്രവാദ സംഘടനകളുമായി കൂട്ടുചേരുന്നതിനെ മാധ്യമങ്ങളടക്കം ചർച്ചയാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വികസനമോ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളോ ജനങ്ങളോടോ നാടിനോടോ ഒപ്പം നിൽക്കുന്ന കാര്യങ്ങളോ ചർച്ച ചെയ്ത് ഒരു വോട്ട് നേടാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല. അതിന് പകരമാണ് ഇത്തരത്തിൽ മതവും മത തീവ്രവാദവും ഉന്നയിച്ചുകൊണ്ട്, സമുദായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും, മതത്തിൻ്റെ ആ ഒരു ലേബലിൽ വോട്ട് നേടാൻ ഇവർ ശ്രമിക്കുന്നത്. ഇതെന്ത് ജനാധിപത്യമാണ് എന്ന് ആരായാലും ചോദിച്ചു പോകും. കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ജനാധിപത്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നെറികേടുകളാണ്, ഇത്തരത്തിലുള്ള ചീഞ്ഞു നാറിയ നിലപാടുകളാണ്, മത തീവ്രവാദികളുമായി കൂട്ടുചേരലാണ്. എന്നിട്ട് ആ കൂട്ടുചേർന്ന വിഷയം ജനങ്ങൾ അറിഞ്ഞെങ്കിലോ എന്ന ഭയം കൊണ്ട് അത് മറച്ചു പിടിക്കലാണ്. ഇത്രയും നട്ടല്ലില്ലാത്ത ഒരു വർഗത്തെ, അല്ലെങ്കിൽ രണ്ട് വർഗങ്ങളെ നമ്മൾ ഇതിനു മുൻപൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇവരാണ് ഇവിടെ മാറി മാറി ഭരിച്ച് കേരളത്തെ ഈ പരുവത്തിൽ എത്തിക്കുന്നത്.
എന്തായാലും SDP പിന്തുണ ആർക്കാണ് എന്ന് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന ശേഷം ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു, ഞങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് SDP-ക്കാർ പറയുമ്പോൾ നമുക്കറിയാം. അറിഞ്ഞാലും SDP-യുടെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ SDP-യുടെ വോട്ടൊന്നുമില്ല, അല്ലാത്ത മതേതര വോട്ടുകളൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ തന്നെ പറയുമായിരിക്കും. ഇങ്ങനെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് എത്ര കാലം നിങ്ങൾക്കൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു സ്വാഭാവികമായ സംശയം ചോദിച്ചു പോവുകയാണ്.